എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സ് എക്സാം വളരെ മുന്നിലെത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രാധാന്യാർഹിതമായ വീഡിയോസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചാപ്റ്റേഴ്സ് എല്ലാവരും ഒരുമാതിരി പഠിക്കും. അവസാനത്തെ ചാപ്റ്റേഴ്സിന്റെ അവിടെ വരുമ്പോഴത്തേക്കിനും ഒന്ന് റിവൈസ് ചെയ്യാൻ സമയം കിട്ടാത്തൊരവസ്ഥ പലപ്പോഴും ഈ പ്രിപ്പറേഷന്റെ ഭാഗമായി എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് അവസാനത്തെ 2-3 ചാപ്റ്റേഴ്സ്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസും 3Dയിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസും വെക്ടേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അപ്പൊ അത് അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ 3 ചാപ്റ്റേഴ്സിലെ എല്ലാ ഫോർമുലാസും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും. ശ്രദ്ധിച്ച് കണ്ടു പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ആദ്യമേ തന്നെ 3Dയിലേക്ക് കയറുവാണ്. തീർച്ചയായിട്ടും ആദ്യം തന്നെ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ എന്താണ്? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. ഓക്കെ, അതിനുശേഷം ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്? ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ x minus x1 by a is equal to y minus y1 by b is equal to z minus z1 by c. അവിടെ എ ബി സി എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. x1 y1 z1 എന്ന് പറയുന്നത് പോയിന്റ് ഓൺ ദ ലൈൻ ആണ്. ഓക്കെ, ഇനി 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണെങ്കിൽ വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി മൈനസ് വെക്ടർ എ. 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതാണ്. x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ z2 മൈനസ് z1. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a2 minus a1 dot to b1 cross b2 by modulus of b1 cross b2. ഈ ഇക്വേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കേണ്ട 1-2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ 2 ലൈൻസിന്റെ വെക്ടർ ഇക്വേഷൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ a1 പ്ലസ് ലാംഡ b1ഉം വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ a2 പ്ലസ് മ്യൂ b2 ആണെന്ന് ഇരിക്കട്ടെ. ഇത് 2 ലൈൻസിന്റെ വെക്ടർ ഇക്വേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. b1 ഡോട്ട് ടു b2 ഡിവൈഡഡ് ബൈ എന്തുവരും? ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് b1 ഡോട്ട് ടു b2 ആണ്. മോഡുലസ് ഓഫ് b1 ഇൻറ്റു മോഡുലസ് ഓഫ് b2. അപ്പൊ നമ്മളെ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ b1ന്റെയും b2ന്റെയും സഹായം മാത്രമേ നമ്മൾ എടുക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എന്താണ്? എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ആണ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് ഈക്വൽ ടു ആണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആണ് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആണ്. അവിടുന്ന് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 മോഡുലസ് ഓഫ് b2. ഇതാണ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യം മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം 100% പ്രഡിക്റ്റബിൾ വെക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? a2 minus a1 dot to b1 cross b2 by modulus of b1 cross b2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഇക്വേഷൻ നോക്കാം. ഡയറക്ഷൻ കൊസൈൻസ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഇഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ ദി ആംഗിൾസ് മെയ്ഡ് ബൈ ദ ലൈൻ, ആംഗിൾസ് മെയ്ഡ് ബൈ ദ ലൈൻ with x, y and z axis. ഒരു ലൈൻ എക്സ് വൈ z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ ബീറ്റ ഗാമ എങ്കിൽ L is equal to cos alpha, M is equal to cos beta, N is equal to cos gamma.
ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. എന്താണ്? ഡയറക്ഷൻ കൊസൈൻസ്. DCs എന്ന് വിളിക്കും, ഡയറക്ഷൻ കൊസൈൻസ്. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഈ ഡയറക്ഷൻ കൊസൈൻസ് തമ്മിലുള്ള റിലേഷൻ കണക്റ്റിംഗ് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറയുന്നത് L² + M² + N² = 1 ആണ്. ഓക്കെ. ഇനി എയും ബിയും സിയും ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അവിടെ L എന്ന് പറയുന്നത് a/√(a² + b² + c² ആണ്. M എന്ന് പറയുന്നത് b/√(a² + b² + c² ആണ്. N എന്ന് പറയുന്നത് c/√(a² + b² + c² ആണ്. ഇതാണ് LMN-ഉം ABCയും തമ്മിലുള്ള ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ. പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ആൽഫയും ബീറ്റയും ഗാമയും തന്നിട്ട് നമ്മളോട് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ടുള്ള എയും ബിയും സിയും തന്നിട്ട് നമ്മളോട് LMN ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാം. a/√a² + b² + c², b/√a² + b² + c², c/√a² + b² + c². ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് പ്രോബബിലിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലേ? അതാണ് N/A/N. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് 1 - പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഇക്വേഷനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയും. അതാണ് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി. പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് ലോ പ്രകാരം എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നാണ്. ഓക്കെ, അതാണ് ഈ 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി വന്നത്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് ലോ പ്രകാരം എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി എന്താണ്? 1 - പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറച്ചാൽ മതി. ഇപ്പൊ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 ഓഫ് എ ആൻഡ് ബി കിട്ടും. പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാം. ഇഫ് എ ആൻഡ് ബി ആർ ഈവൻസ് സച്ച് ദാറ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പിന്നെ ബേസ് തിയറം തീർച്ചയായിട്ടും ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ എല്ലാം പ്രോബബിലിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ വെക്ടേഴ്സിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ആണ്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. കിട്ടുന്ന ഉത്തരവും ഒരു വെക്ടർ ആണ് എന്ന് ഓർക്കുക. സ്കെയിലാർ പ്രോഡക്റ്റിൽ കൂടെ കിട്ടുന്ന ഉത്തരം സ്കെയിലാർ ആണ്. രണ്ട് വെക്ടേഴ്സ് വന്നിട്ട് ഡോട്ട് എടുക്കാൻ പറഞ്ഞാൽ IJKയുടെ കോയിഫിഷ്യൻസിനെ ഗുണിച്ച് കൂട്ടിയാൽ മതി. A1 A2 + B1 B2 + C1 C2. പക്ഷെ രണ്ട് വെക്ടേഴ്സ് ഒന്ന് ക്രോസ് എടുക്കാൻ പറഞ്ഞാൽ ഡിറ്റർമിന്റ് മെത്തേഡ് ആണ്. ഡിറ്റർമിന്റ് IJK A1 B1 C1 A2 B2 C2. ഇനി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കോസ് തീറ്റ ഈക്വൽ ടു A ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. അത് അടിപൊളിയായിട്ട് ഓർത്ത് വയ്ക്കുക. മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റയാണ്. എൻ ക്യാപ്പിന്റെ മോഡുലസ് 1 ആയിട്ട് പോകും. ഓക്കെ, ഇനി ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും 1 ആണ്. ഐ ഡോട്ട് ജെയും ജെ ഡോട്ട് കെയും കെ ഡോട്ട് ഐയും 0 ആണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് പാരൽ ആണെങ്കിലാണ് ക്രോസ് പ്രോഡക്റ്റ് 0 ആവുന്നത്. പെർപെൻഡിക്കുലർ ആണ് ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്തുവാ? എ ഡോട്ട് ബി ബൈ മോഡ് ബി. ഇനി പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ
എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. വെക്ടർ രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ മതി. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് പറയുകയാണെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലാണ് എ ക്രോസ് ബി 0 ആവുക. വെക്ടർ എ ആൻഡ് വെക്ടർ ബി പാരലൽ ആണെന്ന് പറഞ്ഞാൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി 0 ആണെന്ന് കാണിച്ചാൽ മതി. പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി 0 ആണെന്ന് കാണിച്ചാൽ മതി. പാരലൽ ആണെന്ന് കാണിക്കണമെങ്കിൽ ഒരു വെക്ടറിന്റെ സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് മറ്റേ വെക്ടർ എന്ന് കാണിച്ചാലും മതി കേട്ടോ. പിന്നെ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. എ ക്രോസ് ബിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഹരിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതം ഏരിയ ഓഫ് പാരലോഗ്രാം മോഡുലസ് ഓഫ് എ ക്രോസ് ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെയാണ് പ്രധാനമായിട്ടും വെക്ടർ ഓൾജിബ്രയിൽ പഠിക്കാനുള്ളത്. സ്കെയിലാറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇക്വേഷൻസും ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇക്വേഷൻസിലൂടെ നമ്മൾ കടന്നുപോയി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് പോവുക. എക്സാമിന് പോകുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഉയർന്ന മാർഗ്ഗം നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.